സാന്ദ്രനെ ലേബർ റൂമിന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒന്ന് അങ്ങോട്ടേക്ക് ചെല്ലാവോ? കുഞ്ഞിനെ ഇപ്പോ ഇങ്ങോട്ട് കൊണ്ടുവരുമോ? കുഞ്ഞിനെ 1 മണിക്കൂർ കഴിയുമ്പോൾ നെസ്യൂന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുതരാം. സാന്ദ്രയ്ക്ക് കുടിക്കാൻ കട്ടൻ കാപ്പിയും മണ്ണും മേടിച്ചു വെച്ചിട്ടില്ല. അപ്പൊ ഒരാൾ അങ്ങോട്ടേക്ക് ചെന്നോളൂ കേട്ടോ. വരുവോ. എണീറ്റോ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്തായാലും ഭഗവതി എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. എന്റെ ഉണ്ണിയുടെ കുട്ടിക്ക് വേണ്ടി ഞാൻ നേരാത്തതൊന്നുമില്ലേ. എന്തായാലും അത് വലിയ കാര്യമായി. സുഖപ്രസവം കിട്ടിയല്ലോ. എന്റെ സുഭദ്രാമ, നിങ്ങൾ എന്തുട്ടാണ് ഈ പറയണത്? നിങ്ങളുടെ ഭഗവതി മാത്രം വിചാരിച്ചിട്ട് അവർക്ക് സുഖപ്രസവം കിട്ടിയെന്നാ? ഞങ്ങളുടെ പുണ്യാളോട് വിചാരിച്ചിട്ടാണ് ആ ഒരു വിഷയമില്ലാതെ കിടാവ് പുറത്തു വന്നേ. കിടാവിനെ കൊണ്ടിട്ട് പുണ്യാളിന്റെ അടുത്ത് ചെല്ലാന്ന് ഞാൻ നേർന്നിട്ടുണ്ട്. കിടാവോ? അതല്ലമ്മേ, ഇവിടെ കൊച്ചിനെ അവര് കിടാവേന്നാ വിളിക്കുന്നത്. അത് കേമായിരിക്കണു. ഇതെന്താ പശു ആണോ പ്രസവിച്ചേ? മമ്മി എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തന്നേ. ഇന്നലെ ഉച്ചയ്ക്ക് മുതൽ പച്ച വെള്ളം കുടിച്ചിട്ടില്ല. അമ്മ മണ്ണൊക്കെയാണോ തരുന്നേ? എനിക്ക് ചോറ് മേടിച്ചു തരാം. എനിക്ക് വിശക്കുവാണ്. അതൊന്നും പറ്റില്ല. ഈ മണ്ണും ആ കട്ടൻ കാപ്പിയും കുടിക്കുക. കട്ടിയുള്ള ആഹാരം ഒന്നും കഴിക്കാൻ പാടില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞേ. വാവ വന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു വാവ വന്നാ എന്നാ പിടിച്ച നിക്കട്ടാ. മമ്മി, ഈ ഗ്ലാസ് ഒന്ന് പിടിച്ചു തന്നിട്ട് പോ. ഇപ്പൊ വരാന്ന്. ഞങ്ങടാ അവനൊന്ന് എടുക്കട്ടെന്ന്. സുന്ദരി വാവേ, അമ്മനെ നോക്ക്. ഉണ്ണിയുടെ തനി പകർപ്പായിരിക്കണു. നമ്മുടെ ഇല്ലത്തെ ആദ്യത്തെ പേരക്കുട്ടിയല്ലേ? ഓ ഇല്ല. ഇവിടെ നോക്ക്. മമ്മിയുടെ കുഞ്ഞാവിനെ വന്നേ. ഇല്ല, ചുണ്ടിനാവിയാണോ? സാന്ദ്രമോളുടെ അതേ കണ്ണു അതേ മൂക്കുവാണേ. കുഞ്ഞുമാവേനെ കളിപ്പിച്ചിരിക്കുവാണോ അമ്മമാര് രണ്ടുപേരും? ചുണ്ടിന് പിന്നാണോ? പിന്നെ കുഞ്ഞിന്റെ ഡൈപ്പർ ലേബർ റൂമിൽ വെച്ച് മാറ്റിയതാണ്. ഒന്ന് ചേഞ്ച് ആക്കിയേ. മോശം പോയി കഴിഞ്ഞാ ഒന്ന് നഴ്സിംഗ് റൂമിൽ ഒന്ന് പറഞ്ഞുതരാം. ഇതിപ്പോ ഈ ഡൈപ്പർ പരിപാടി ഒന്നും എനിക്ക് വലിയ വശമില്ലല്ലോ. ആട് തന്നെ അങ്ങ് ചെയ്തോളാം. അല്ല, ഇതിപ്പോ എങ്ങനെയാണ് ഈ ഡൈപ്പറിന്റെ പരിപാടി? ഇനി നമുക്ക് കുഞ്ഞിനെ തുണി ഉടുപ്പിച്ചാ മതി. ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുമ്പോ ഡൈപ്പർ മതിയില്ലേ? ഈ തുണിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൊച്ച് അപ്പിടുകയൊക്കെ ചെയ്തേനാ നമുക്ക് എങ്ങനെ കഴുകി ഉണക്കാൻ എന്റെ സുഭദ്രാമേ. അത് വേണ്ടെന്നേ, തുണി ഉടുപ്പിച്ചാ മതി. നിങ്ങളോടല്ലേ പറഞ്ഞ ഡൈപ്പർ മതിന്ന്. ഈ വക പ്ലാസ്റ്റിക് ഒന്നും ഞങ്ങളുടെ ഇല്ലത്ത് പതിവില്ല. ഡൈപ്പർ മതിന്ന്, ആ തുണി മതിന്ന്. നിങ്ങൾ രണ്ടുപേരൊന്ന് നിർത്താവോ? ലേബർ റൂമിൽ നിന്ന് പറഞ്ഞു വിട്ടത് കൊച്ചിന്റെ ഡൈപ്പർ ഇടിച്ചാൽ മതി. പിന്നെ എന്തിനാ അത് പറഞ്ഞിങ്ങനെ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നേ? മോളെന്നൊരു കാര്യം ചെയ്യ്, ഇങ്ങോട്ട് എണീറ്റ് വന്നേ. അമ്മയ്ക്ക് പരിപാടി ഒന്നും വലിയ കാര്യമായിട്ട് അറിയാൻ പാടില്ലാത്തോണ്ടല്ലേ. ഒരു പ്രാവശ്യം കാണിച്ചാ അടുത്ത തവണ നമുക്ക് കാര്യങ്ങളൊക്കെ ഉഷാറാക്കാം. ഞാനോ? പിന്നെ അല്ലെന്നത് ആര് ചെയ്യൂന്നാ? കുഞ്ഞിന്റെ അമ്മ ഇതൊക്കെ ചെയ്യുന്നേ. അപ്പീ മൂത്രമൊക്കെ അറുപ്പാണെന്ന് വെച്ചാ വലിയ പ്രശ്നമാവും കേട്ടോ. എണീറ്റ് വന്നോളാ. മമ്മി, ഇതാ ഡൈപ്പർ. ഇത് വൈപ്സ് വെച്ചിട്ട് തുടച്ചിട്ട് ഡൈപ്പർ ഇടിക്കേണ്ട കാര്യമുള്ളൂ. നിങ്ങൾ എന്തിനാ എല്ലാത്തിനും എന്നെ ഇങ്ങനെ വിളിക്കുന്നേ? ഇതിപ്പോ നല്ല കാര്യമായല്ലോ. ഈ വസ്തു ഞാൻ കണ്ടിരിക്കണു. ഈ പരസ്യത്തിലൊക്കെ ഉണ്ടേ. ഇതേതാ പുതിയതൊരെണ്ണം? ഇത് ടിഷ്യൂ പേപ്പർ അല്ലേ? ഇത് വെച്ചാ കൊച്ചിനെ തുറപ്പിക്കുന്നേ. ഇതെന്താ സായിപ്പിന്റെ കുട്ടിയാണോ? നമുക്ക് പഴയ ശീലങ്ങൾ തന്നെ മതി. വെള്ളത്തിൽ കൊണ്ട് കഴിക്കുക, അല്ലാതെ ഇതൊന്നും വെച്ച് തുടക്കല് അത്ര നല്ല കാര്യമല്ല. ഇപ്പൊ എല്ലാവരും വൈപ്സ് ഒക്കെയാ ഉപയോഗിക്കുന്നത്. നമ്മുടെ കാലൊന്നല്ലല്ലോ സുഭദ്രാമേ. അതൊക്കെ പിള്ളേരുടെ രീതിക്ക് അങ്ങ് വിട്ടൂടെ? ഇല്ലത്തൊന്നും പതിവില്ലേ? ഫുഡ് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ പട്ടിണിയല്ലേ? എല്ലാവരും കഴിക്കാം. മമ്മി, ഇച്ചിരി ചോറ് എടുത്തന്നേ. സാമ്പാർ മതി, സാമ്പാർ. അതെ, എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഒന്ന് അടിച്ച് തുടക്കണായിരുന്നു. എന്നാ പിന്നെ ഇനി തുടച്ച് ചെയ്തിട്ട് ഉണ്ടല്ലേ. വേസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് തോന്നിവാസത്തിന് ഇടാനാണെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ ഒന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ എല്ലാത്തിനും വേറെ വേറെ ബക്കറ്റ് വെച്ചിട്ടുണ്ട്. എനിക്ക് പണി ഉണ്ടാക്കി തരരുത്.
ഫുഡ് വേസ്റ്റ് ഒക്കെ പച്ച ബക്കറ്റിൽ ഇടണം. മറ്റേ പേപ്പറും പ്ലാസ്റ്റിക്കും ഒക്കെ അവിടെ ആ കറുത്ത കളർ ബക്കറ്റ് ഉണ്ട്. പിന്നെ ഈ പഞ്ഞിയും കൊച്ചിന്റെ ഡയപ്പറും ഒക്കെ കൂടി ആ മഞ്ഞ ബക്കറ്റിൽ ഇടണം. ഇനി മാറ്റിയിടാണെങ്കിൽ നിങ്ങൾ തന്നെ വാരി കളഞ്ഞാൽ മതി കേട്ടോ. പിന്നെ എല്ലാ ഹോസ്പിറ്റലിലും ഇതുപോലൊരു ജാതി സാധനം ഉണ്ടാവും. നിങ്ങളോടൊന്നും എത്ര പറഞ്ഞാലും ഒരു കാര്യമില്ല. തോന്നിയ പോലെ വേസ്റ്റും കൊണ്ടുവന്നിടും, ബാക്കിയുള്ളൊന്നും പണിയില്ല. പോക്ക് സുഖപ്രസവമായിരുന്നോ? വലിയ സുഖമൊന്നുണ്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ സുഖപ്രസവം വരും മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പേരിട്ടവനെ എന്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ. മോളെ നീക്കി നമുക്ക് ഇച്ചിരി ചോറിന്നിട്ട് കിടക്കാം. മോളെ അല്ല, ഇതാര്? സുശീല എടുത്തിയോ? മോളെ ദേ അമ്മായി വന്നിരിക്കണു. നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിച്ചാൽ മതി കേട്ടോ. അമ്മ ഞാൻ കഴിച്ചിട്ട്. അവളതിനൊന്നും കഴിച്ചില്ലല്ലോ ഇതുവരെ. അതല്ല റാണി, കരിങ്കണ്ണിയാ. കണ്ണ് വെച്ച പച്ച വെള്ളം കുടിക്കാൻ പറ്റൂല. എടുത്തു വെച്ചു. എന്നാ വേണ്ട നമുക്കൊരു പോയി കണ്ട് കഴിക്കാട്ടോ. വാ കുജിപ്പെട്ട് നമ്മുടെ ഉണ്ണിയുടെ തനി പകർപ്പാട്ടോ. അതെങ്ങനെ ശരിയാവും? എന്തുട്ടണി പറയണേ? അവന്റെ കണ്ണും മൂക്കൊക്കെ സാന്ദ്രനെ പോലെ തന്നെയല്ലേ? ഏയ്, സാന്ദ്രയുടെ ഒന്നും ഒരു കട്ടൂല. ഇത് ഉണ്ണിയുടെ അതേ ഫോട്ടോസ്റ്റാറ്റ് പോലെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അമ്മായിക്ക് കാര്യം പിടികിട്ടിയിരിക്കണു. കയ്യിലെന്താ വലിയ കവറൊക്കെ ഉണ്ടല്ലോ. ഓ, ഇതോ പ്രസവിച്ച കിടക്കുമല്ലേ, കാര്യമായിട്ട് എന്തെങ്കിലും കനത്തിൽ കൊണ്ടുവരണമെന്ന് വിചാരിച്ചു കൊണ്ടുവന്നതാ. എന്താ ആപ്പിളാണോ? പൈനാപ്പിളാ. അടിപൊളി. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ കഴിക്കാൻ പറ്റിയ ഐറ്റാണ്ടാ പൈനാപ്പിള്. മോൾ കിടക്കിരിക്കുമ്പോ ചെത്തി കഴിക്കാലോ. വീട്ടിലുണ്ടായതാ? ഏയ്, നമ്മുടെ വീട്ടിലുണ്ടായതൊന്നുമല്ല, അപ്പത്തെ പറമ്പില്ല. ഓ, അവര് തന്നതായിരിക്കും അല്ലേ? ഇല്ല, ഞാനതങ്ങ് എടുത്തു. ഇനി അതിന്റെ പേരിൽ കണവണ പറയാൻ വന്നതിന് ഈ സുശീലയുടെ സ്വഭാവം എന്താന്ന് അവരറിയും. അതുകൊണ്ട് എന്നോട് ആരും ചോദിക്കാറില്ല. കുഞ്ഞാ, അല്ല മോക്ക് പേര് നിശ്ചയിച്ചോ? പെൺകുട്ടിയാണ് ജനിക്കണമെങ്കില് ഞാനൊരു പേര് നിശ്ചയിച്ചിട്ടുണ്ട്. കുറച്ച് മോഡേൺ പേരാ, കൃഷ്ണപ്രിയ. എങ്ങനെയുണ്ട്? കൃഷ്ണഭക്ത തന്നെ. അതൊന്നും വേണ്ട. കാര്യം ഇവർ ഇന്റർകാസ്റ്റ് മാരേജ് ഒക്കെ ആണെങ്കിലും മാമോദിസ നമ്മുടെ പള്ളിയിൽ വെച്ചിട്ട് തന്നെ നടത്തണം. നമ്മുടെ അമ്മമ്മയുടെ പേരല്ലേ ത്രേസ്യ, അത് തന്നെ നമ്മുടെ കിടാവിനിടാം. അതിനെ മോഡേൺ ആക്കി നമുക്ക് തെരേസ എന്ന് വിളിക്കാം, അല്ലേ മോളെ? ആ ആഗ്രഹം അങ്ങ് മനസ്സിൽ വെച്ചാ മതി സാന്ദ്രയുടെ അമ്മേ. ഞങ്ങളുടെ ഇല്ലത്തെ ആദ്യത്തെ പേരക്കുട്ടിയാ. 28 നടത്തി പേരിടലും കഴിഞ്ഞ് ഗുരുവായൂര് ചോറൂണും നടത്തും. ഞങ്ങളുടെ രീതിക്ക് അനുസരിച്ച് കുഞ്ഞു വളരും. നിങ്ങളൊന്ന് നിർത്താവോ? ഞങ്ങളുടെ കൊച്ചിന് എന്ത് പേരിടണോ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ ഞങ്ങൾ ഇടാൻ വെച്ചിരിക്കുന്ന ഒരു പേരുണ്ട്. നമ്മുടെ കൂട്ടുകാരുടെ പേരല്ലേ മോനെ? നമ്മുടെ കിടാവിനിടാൻ വെച്ചിരിക്കുന്നത് ക്രിസ്ത്യാനി പേരല്ലേ? പറയ്. ഇതൾ. അതെന്തൊട്ട് പേരാ? എന്തൊട്ട് പേരാണിത്? ഇതളാ? എന്നാ പിന്നെ പൂന്നിട്ട പോലെയാണ്. ഇത് ജാതി മതം പറഞ്ഞ ഒറ്റയാണ് എൻ്റെ അടുത്തേക്ക് വന്നേക്കും കേട്ടോ. ഇവിടെ ഞാൻ എന്നെ പോലെ കമ്മ്യൂണിസ്റ്റുകാരിയാക്കി വളർത്തിക്കോളാം. അത് കേമായല്ലോ. എന്നാ നീ 28-ന് പകരം കൊച്ചിന്റെ അരയിൽ ഒരു കൊടി കൂടെ കെട്ടി കൊടുക്ക. വേണമെങ്കിൽ കെട്ടും. അവനിപ്പോ നമ്മുടെ പഴയ ഉണ്ണിയല്ല. ഞാൻ പറയുന്നത് കേട്ട് അനുസരിച്ച് നിന്നിരുന്ന ഒരു ഉണ്ണിയുണ്ടേ. കല്യാണം കഴിഞ്ഞപ്പോ അതെല്ലാം മാറിയിരിക്കണം. മുക്കത്താശുണ്ടി. അമ്മ എന്നാ ഇറങ്ങുവോ? ഇത് ചെന്നിട്ട് ഇനി കുടുംബശ്രീ ഉള്ളതാണ്. കൊച്ചുണ്ടായ വിവരം അവിടെ എല്ലാവരും അറിയിക്കണമല്ലോ. ശരി, ഏട്ടൻ അന്വേഷിച്ചതായിട്ട് പറയണം. മോളെ എന്നാ അമ്മായി അങ്ങോട്ട് ഇറങ്ങുവാണ്. സുഖപ്രസവം ആയതുകൊണ്ട് മോക്ക് 2 ദിവസം കഴിയാൻ വേണ്ടിയിട്ട് നടക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. എന്റെ അമ്മായി സുഖപ്രസവം എന്ന് പറഞ്ഞ് ഇങ്ങനെ വാങ്ങോളം പുകഴ്ത്തൊന്നും വേണ്ട. ഇന്നലെ ഉച്ചയ്ക്ക് കേട്ടിട്ടല്ലേ റൂമില്, രാവിലെ എവിടെ പ്രസവിച്ചേ? എന്തോരം വേദന സഹിച്ചു എനിക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ. 4 ലെയർ സ്റ്റിച്ച് ഉണ്ട്, ഓരോത്തിന് നല്ല ബ്ലീഡിംഗ് ഉണ്ട്. ഒന്ന് എണീറ്റിരിക്കാൻ പോലും പറ്റുന്നില്ല. അമ്മായിയും 4 പ്രസവിച്ചതാണല്ലോ, ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുള്ളതായിരിക്കുമല്ലോ. സിസേറിയനായാലും സുഖപ്രസവമാണെങ്കിലും വേദന നമ്മൾ തന്നെ സഹിക്കണം. മോള് റെസ്റ്റ് എടുത്തോ കേട്ടോ. അമ്മായി ഇടയ്ക്ക് ഇറങ്ങാവേ. എവിടെ നിന്ന് കിട്ടി ചെറുക്കൻ ഈ സാധനത്തിന്? ഓ, എനിക്ക് ആരെങ്കിലും കുറച്ച് ചോറ് തരാമോ? എനിക്ക് വിശക്കണു. എന്തിനാ മോളെ ഇത്ര ആക്രാന്തത്തില് വാരി വലിച്ചു തിന്നുന്നേ?
ഇതുപോലൊരു തീറ്റ എന്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ട് കാണാം. പെറ്റണീറ്റ പെണ്ണുങ്ങള് തിന്നണോന്ന് കേട്ടിട്ടുണ്ട്. പതുക്കെ കഴിച്ചാ മതി, ആരും എവിടെയും ഒരു സാധനവും കൊണ്ടുപോവില്ല. അതെന്താ സുഭദ്രാമ്മ അങ്ങനെ ഒരു ടോക്ക്? നിങ്ങളുടെ മോളോട് ആരെങ്കിലും ഇങ്ങനെ സംസാരിച്ചാൽ നിങ്ങൾ നോക്കിയിരിക്കുമോ? നിങ്ങളുടെ ആ പൈനാപ്പിളോട് വന്ന അമ്മായി ഇവള് ഭക്ഷണം കഴിക്കുന്നത് കാണണ്ടെന്നും പറഞ്ഞല്ലേ നിങ്ങളപ്പൊ കഴിപ്പിക്കാതിരുന്നത്? എന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ പറയുന്നേ? നീ കഴിക്കോ ചേ? നീ വയറ് കഴിച്ച് കഴിക്കി. ആർക്കത്ര പ്രശ്നം ഞാനൊന്ന് നോക്കട്ടെ. ചേച്ചി കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന സമയമായി. അപ്പൊ ഇവിടെ ചെയറിലേക്ക് ഇരുന്നോളൂ കേട്ടോ. ഇവിടെ ഈ ഒരു സൈഡില് തല വരാൻ പാകത്തിന് അങ്ങനെ പിടിച്ചു. മോളെ അങ്ങനെയല്ല, തിരിച്ച് പിടിക്കുക. കയ്യിലേക്ക് എടുത്ത്, കൈത്തണ്ടയിലേക്ക് എടുത്ത് ഇങ്ങനെയാണ്. ആ ഓക്കെ. അയ്യോ കുഞ്ഞ് കരയുവാണല്ലോ, പാല് കിട്ടുന്നില്ലേ? മോളെ പാലില്ലേ? ഭഗവതി ചതിച്ചോ? കുറച്ചുകൂടി ചേർത്ത് വിളിച്ചേ, ചേർത്ത്. കൊച്ചിന് കിട്ടണില്ലെന്നേ. ടെൻഷൻ അടിക്കണ്ട ഭഗവതി. കുഞ്ഞിന് പാൽ ആവശ്യത്തിന് കിട്ടുവാണെങ്കിൽ 100 നാളികേരം അമ്പലത്തിൽ ഉടച്ചേക്കാവേ. നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാവോ? സിസ്റ്റർ എനിക്ക് പാലില്ലാത്തോണ്ടിട്ടാണോ? ചേച്ചി ഇപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 5-6 മണിക്കൂറല്ലേ ആയുള്ളൂ. നമ്മുടെ ബോഡി അതുമായിട്ട് പാലായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതിനകത്ത് ടെൻഷൻ കഴിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് എപ്പോഴും കൂളായിട്ട് റിലാക്സ് ആയിട്ടിരിക്കുക കേട്ടോ. പാലൊക്കെ ആയിക്കോളും. ചേച്ചി ഭക്ഷണം കഴിച്ചിരുന്നോ? ഒരു ടാബ്ലറ്റ് ഉണ്ടേ കഴിക്കാനായിട്ട്. സിസ്റ്ററെ ആവശ്യമില്ലാത്ത ഗുളികകളൊന്നും സാന്ദ്രയ്ക്ക് കൊടുക്കാതെ. ഇനിയിപ്പോ ഇതൊക്കെ കഴിച്ചിട്ട് കുഞ്ഞിന് പാല് കുറഞ്ഞാ അത് ഞങ്ങൾക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അനാവശ്യ ഗുളികകളോ? ഇതൊക്കെ ആവശ്യത്തിനുള്ള ഗുളികകളാണ്. 4 ലെയർ സ്റ്റിച്ച് ഉണ്ട്. മുറിമുടങ്ങാനുള്ള ആന്റിബയോട്ടിക്സും പെയിൻ കില്ലേഴ്സും ആണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ റൂമിലും കാണുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ്. ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എന്ത് ചെയ്യുന്നുള്ളത് ആർക്കും നോക്കാനൊന്നുമില്ല. കുഞ്ഞിനെ കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാവരും ആ വഴി അങ്ങ് പോകും. എന്താ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് കാൽഷ്യം ടാബ്ലറ്റ് കഴിച്ചോ അയൺ ടാബ്ലറ്റ് കഴിച്ചോ എന്ന് അന്വേഷിക്കാൻ എല്ലാവരും കൂടെ ഉണ്ടാവും. കാരണം കൊച്ചിന്റെ ആരോഗ്യം അതിനനുസരിച്ച് മാറ്റം വരുമല്ലോ. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ പരിചരണവും സ്നേഹവും ആവശ്യമുള്ളത് അമ്മയ്ക്കാണ്. ഒരു പക്ഷെ അതിന് മുകളിൽ ആവശ്യമുണ്ട്. അത് കിട്ടാതെ വരുമ്പോഴാണ് എല്ലാ അമ്മമാരും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്കും വലിയ മാനസിക പ്രശ്നങ്ങളിലേക്കും പോകുന്നത്. ഇതിന് ഞാനൊരു ഉദാഹരണമാണ്. എന്റെ കുഞ്ഞിന് 6 മാസം കഴിഞ്ഞുള്ളൂ. ഇത് കൃത്യമായിട്ട് അനുഭവിച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഇത് കാര്യം സംസാരിക്കുന്നത്. ഇനി എന്ത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ നഷ്ടമാകാതിരിക്കാൻ ഈ സമയത്ത് ഒരിക്കലും പ്രസവിച്ച് കിടക്കുന്ന ഒരു പെണ്ണിനോട് ഇങ്ങനെ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യരുത്. മോളെ നീ അമ്മേനോടൊന്ന് ക്ഷമിക്കേ. കുഞ്ഞ് വന്നപ്പോ കുഞ്ഞിന്റെ ആവശ്യങ്ങളുടെ പിന്നാലെ ഞങ്ങൾ രണ്ടുപേരും പോയെന്നുള്ളത് സത്യമാണ്. പിന്നെ ഞങ്ങളൊക്കെ ഈ ഒരു അവസ്ഥയെ കൂടി കടന്നു വന്നതാണെന്ന് ഒരു നിമിഷം പോലും ഞാൻ ആലോചിച്ചിട്ടില്ല. അമ്മയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നം മോക്കുണ്ടായിട്ടുണ്ടെങ്കിൽ മോൾ ക്ഷമിക്കണം. ഞങ്ങളെല്ലാവരോടും കൂടി മോളെ അങ്ങ് വല്ലാതെ ബുദ്ധിമുട്ടിച്ചല്ലേ. മോളി കിടന്നു ഉറങ്ങിക്കോ. ഞങ്ങൾ രണ്ടുപേരോടും കൂടി കൊച്ചിനെ നോക്കിക്കോളാം. അതെ, ഞങ്ങൾ നോക്കിക്കോളാം കുഞ്ഞിനെ. മോള് റെസ്റ്റ് എടുക്ക്.